ഭാരത് മാതാ കി ജയ് എന്ന് കുറച്ച് ലൗഡായിട്ട് പറഞ്ഞുകൊണ്ട് കുറച്ച് ഉറക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ഒരു ടീം വരാറുണ്ട്. ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി, ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി കുറഞ്ഞത് ഒരു സിനിമയെങ്കിലും അവർ ആ സീസണിൽ റിലീസ് ചെയ്യും. ഇത്തവണ പതിവ് തിരിച്ചിട്ടില്ല. ബദ്വാര 1947 ഇന്നലെ റിലീസായി കണ്ടായിരുന്നു. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നു. സണ്ണി ഡിയോൾ നായകനായിട്ട് വന്നേക്കുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നത് രാജ്കുമാർ സന്തോഷിയാണ്. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ കോംബോയാണ്. ഈ കോംബോയിൽ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഗത്തക്ക് ഗയാല് പോലുള്ള സിനിമ 90s കൊടൂര ബ്ലോക്ക് ബസ്റ്റേഴ്സാണ്. ആ കോംബോ ഇന്നത്തെ കാലത്ത് വർക്കായോ, നാട്ടുകാർ ഓടിച്ചിട്ടടിക്കുമോ എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. പിന്നെ ഈ ഒരു കോംബോയിൽ വരുന്ന സിനിമ എന്നുള്ളത് മാത്രമല്ല ഈ സിനിമയുടെ മേൽ ഇപ്പം ബോളിവുഡ് ഇൻഡസ്ട്രിയിലെ പ്രേക്ഷകർ വെച്ചേക്കുന്ന പ്രതീക്ഷ. ഇത് AR റഹ്മാൻ മ്യൂസിക്കിൽ വരുന്നൊരു സിനിമയാണ്. ഇത് അമീർ ഖാൻ പ്രൊഡക്ഷൻസിൽ വരുന്ന സിനിമയാണ്. പിന്നെ ഇത് ഇൻഡിപെൻഡൻസ് ഡേ സീസണിൽ ഇറങ്ങുന്ന ഒരു പാട്രിയോട്ടിക് ഫിലിമാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ സിനിമയ്ക്കുണ്ട്. അതുകൊണ്ട് കുറച്ചധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയുടെ റിവ്യൂ ഇത് നല്ലതാണോ മോശമാണോ എന്ന് പറയുന്നതിന് മുമ്പേ ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ചരിത്ര സംഭവങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആകത്തുള്ളൂ. നമുക്ക് അതിലേക്ക് പോകാം. അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ബെസ്റ്റ് ദിവസമാണ് ഇത്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരോടും, ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരോടും, ഈ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നവരെ നമുക്ക് മനസ്സിലൊന്ന് സ്മരിച്ചുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. 1947 ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനു മുമ്പേ ഉള്ള കുറച്ചധികം ചരിത്ര സംഭവങ്ങളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഈ മാപ്പിൽ കുറച്ച് വരകൾ വരച്ച് 2-3 രാജ്യങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. 2 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 3 രാജ്യമായി. അതിൻ്റെ പിന്നിൽ നടന്ന കുറച്ച് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇവിടെ വളരെ വലിയ രീതിയിൽ ഫൈറ്റ് ചെയ്ത ഒരു സംഘടനയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ ഒരുപാട് ലീഡേഴ്സുണ്ട്. അതുപോലെ തന്നെ അതേ സമയത്ത് നിന്ന മറ്റൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയും മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും നിന്ന ഒരു സംഘടനയാണത്. എന്നാൽ ആദ്യം മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നും അത് ഉറപ്പാക്കണമെന്നും ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് ഒടുവിൽ മറ്റൊരു രാജ്യം എന്നുള്ള ലെവലിലേക്ക് അവരെത്തി. അതിനെ പെട്ടെന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസും മറ്റ് പല ആളുകൾക്കും അത് അംഗീകരിക്കേണ്ടിയും വന്നു. മനസ്സോടെ ആയിരിക്കാം അംഗീകരിച്ച കാര്യം. മഹാത്മാഗാന്ധിയും കോൺഗ്രസിൻ്റെ പല ലീഡേഴ്സും പാർട്ടീഷനെ, അതും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടീഷനെ വളരെ ശക്തമായിട്ട് എതിർത്തിരുന്നു. ആ സമയത്ത് 1947 നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ പാർട്ടീഷൻ്റെ സമയത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് മൗണ്ട് ബാറ്റനാണ്. പുള്ളിയും, ബ്രിട്ടീഷുകാർക്ക് നമ്മളോട് സ്നേഹമൊന്നുമില്ല, അറിയാല്ല, അവന്മാർക്ക് നമ്മൾ എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യം നേടിയതിന് ശേഷവും തമ്മിലടിച്ച് ചത്താൽ മതി, അല്ലെങ്കിൽ ഇവിടെ ഒരു രീതിയിലുള്ള വികസനവും പുരോഗമനവും വരാൻ പാടില്ല. എല്ലാവരുടെ മനസ്സിലും മതവും മതഭ്രാന്തും വർഗീയതയും വിഭാഗീയതയും ഇത് മാത്രം മതി. ഇത് തന്നെയാണ് അവന്മാരുടെ ഐഡിയോളജി. അതുകൊണ്ട് അങ്ങേരുൾപ്പെടെ ഇതിന് നേതൃത്വം വഹിച്ചു. ഇങ്ങനെ ഒരു വര വരച്ച് നമ്മളങ്ങ് രണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ നമ്മളങ്ങ് രണ്ടാക്കി. ഇന്ത്യയുടെ ഭൂമിയിൽ മേലല്ല വര വരച്ചത്, ആ വര വീണത് മനുഷ്യൻ്റെ ഹൃദയങ്ങളിലാണെന്ന് പിന്നീട് അങ്ങോട്ട് ഈ വിഭജനത്തിന് ശേഷം ഓരോ ദിവസവും അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എങ്കിലും ചെറുതായിട്ടൊന്ന് പറയാം. ഇന്ത്യയുടെ പഞ്ചാബ് അതുപോലെ തന്നെ നമ്മുടെ ബംഗാൾ, ഈ 2 പ്രദേശങ്ങളിലൂടെയാണ് ഈ വര വരച്ച് രണ്ടാക്കിയത്. വര വരച്ച് രണ്ടാക്കുന്നത് ചെറിയൊരു കാര്യമല്ലായിരുന്നു. അന്ന് വരെ ഒരൊറ്റ ഗ്രാമമായിരുന്ന ഗ്രാമം 2ആയി. ഒരു ഗ്രാമം ഇന്ത്യയിൽ, ഒരു ഗ്രാമം പാകിസ്ഥാനിൽ. അന്ന് വരെ കുടുംബക്കാരായിട്ട് ഒരുമിച്ച് താമസിച്ചിരുന്നവർ 2 രാജ്യത്തായിട്ട് മാറി. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുടിയേറ്റം. നമ്മുടെ ഇന്നത്തെ പാകിസ്ഥാനിൽ താമസിച്ചിരുന്ന ഹിന്ദുക്കളും സിഖുകാരും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും, ഇവിടെ താമസിച്ചിരുന്ന മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോയി. ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് റിഫ്യൂജി ട്രെയിൻസ് വഴിയും കാളവണ്ടി വഴിയും കാൽനടയായിട്ടാണ് ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. ഈ പോയ സമയത്തും അതിനു മുമ്പുമൊക്കെ പഞ്ചാബ് പ്രദേശത്തും ബംഗാളിലും വളരെ രീതിയിലുള്ള വർഗീയ കലാപങ്ങളുണ്ടായി. ആ പഞ്ചാബിൽ സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിത്തല്ലും വെട്ടും കൊലപാതകവും റേപ്പും ഒക്കെ ഭയങ്കരമായിട്ട് നടന്നു. ഏകദേശം 1.5 കോടിയിൽ കൂടുതൽ ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയെന്നും അതുപോലെ 20 ലക്ഷത്തിന് മുകളിൽ ആളുകൾ മരിച്ചു എന്നാണ് അന്നത്തെ കണക്കുകൾ പറയുന്നത്. അന്നത്തെ കണക്കുകളാണ്, ഓർക്കണം. അതിലൊന്നും ഒരു കാര്യം ഉണ്ടാകത്തില്ല, അതിൽ കൂടുതലായിരിക്കും, അതിൻ്റെ ഇരട്ടി ആളുകളായിരിക്കും ഇവിടെ മരണപ്പെട്ടിട്ടുള്ളതും ഇവിടെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കണം. ബംഗാളിൽ ആ ഭാഗത്ത് കൽക്കത്തയിൽ കലാപം, അതുപോലെ നവഹാലി എന്ന് പറയുന്ന അന്നത്തെ ബംഗാൾ, ഇന്നത് ബംഗ്ലാദേശിലാണ്, ആ സ്ഥലത്തൊക്കെ വളരെ വലിയ കൂട്ടക്കൊലകളാണ് നടന്നേക്കുന്നത്. ഇതാര് ചെയ്തു, എന്തിനു വേണ്ടി ചെയ്തു, പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ലടേ. പറയുന്നവനെ വർഗീയവാദിയാക്കുകയും പറയുന്നവനെ മോശക്കാരനാക്കി മാറ്റുകയും ചെയ്യുന്നൊരു സമൂഹമാണ് ഇന്നുള്ളത്. ഇന്നത്തെ ജനറേഷന് എല്ലാം വിരൽത്തുമ്പിലാണ്. നോക്കി പഠിക്കണം. കാര്യം ഇനിയൊരു പാർട്ടീഷൻ നമ്മൾ നേരിടേണ്ടി വരരുത്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണമെന്നും
ചരിത്രത്തിൽ നിന്ന് നമ്മൾ കുറച്ചധികം പഠിച്ചിരിക്കണം. പഠിക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ ജനറേഷനോടാണ്, പഠിക്കാൻ ശ്രമിക്കുക. നമുക്കത് പറ്റും. നമുക്ക് അതിനുള്ള സോഴ്സ് നമ്മുടെ മുൻപിലുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നമ്മളെ പലതും പഠിപ്പിക്കത്തില്ല. പക്ഷേ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുക തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന പരിപാടി നടത്തിയതിന് ശേഷം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നവർക്ക് കിട്ടുന്ന വസ്തുക്കളും വീടുകളൊക്കെ അവിടെ ഉപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നവരുടെയാണ്. അതായത് പാകിസ്ഥാനിൽ പോയ ആളുകൾക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഹിന്ദുവോ സിഖുകാരനോ ഉപേക്ഷിച്ച വീടുകളായിരിക്കണം. അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെ ഈ സിനിമയിൽ, ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ബദ്വാര 1947 എന്ന് പറയുന്ന സിനിമയിൽ സണ്ണി ഡിയോൾ ആൻഡ് ഫാമിലി ഒരു മുസ്ലിം കുടുംബമാണ്. ഇവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇവർക്ക് കിട്ടുന്നത് ഒരു ഹിന്ദു കുടുംബമാണ്. ഇവർ മനസ്സോടെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇവർ ഇന്ത്യനെ സ്നേഹിക്കുന്ന, ഹിന്ദുസ്ഥാനെ സ്നേഹിക്കുന്ന ദേശീയ മുസ്ലിംസാണ്. പക്ഷേ സാഹചര്യവശാൽ ഇവർക്ക് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്നു. ഇവർ പോകുന്നു. ആ സമയത്ത് റിഫ്യൂജി ട്രെയിനുകളുടെ ദുരവസ്ഥയൊക്കെ കൃത്യമായിട്ട് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ഓവർ ഡ്രമാറ്റിക്കാണ്. 90s ഇറങ്ങിയിരുന്നെങ്കിൽ ഇത് കൊടൂര ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറി. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവർ പാകിസ്ഥാനിലെ ലാഹോർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു. അവിടെ ഒരു ഹിന്ദു കുടുംബം ഉപേക്ഷിച്ച വീട് ഇവർക്ക് അവിടുത്തെ അതോറിറ്റി അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാൻ നിർത്തി ഇവർ ആ വീട്ടിലേക്ക് കയറുന്നു. വലിയൊരു വീടാണ് കേട്ടോ. ആ വീട്ടിൽ അപ്പോഴും ഒരു മുത്തശ്ശിയുണ്ട്. ഒരു ഹിന്ദു ആയിട്ടുള്ള ഹിന്ദു ദൈവങ്ങളെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു മുത്തശ്ശി. ഷബാന ആണ് ആ റോൾ ചെയ്തേക്കുന്നത്. മാഡം ഹാറ്റ്സ് ഓഫ്. കാര്യം അവർ 5 ടൈം നാഷണൽ അവാർഡ് വിന്നറാണ്. അതെന്താണെന്ന് അവർ ആ പെർഫോമൻസിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. വെറുതെ മേടിച്ചതല്ല 5 നാഷണൽ അവാർഡെന്ന്. ആ ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. അവിടുത്തെ പാകിസ്ഥാനികളൊക്കെ പുള്ളിക്കാരത്തിനെ വലിച്ചഴച്ച് ഉടുപ്പൊക്കെ കീറുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ പോലെ സണ്ണി ഡിയോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങനെ അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള രീതിയിൽ. അതൊക്കെ വാട്ട് എ പെർഫോമൻസ് എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. പിന്നെ സണ്ണി പാജിനെ അറിയാലോ, പുള്ളിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പുള്ളി എവിടെയാണെന്ന് നോക്കത്തില്ല, വലിച്ചിട്ട് കീറും. ഈ സിനിമയിൽ അങ്ങനെയാണ്. പുള്ളി അവിടെ ചെന്ന് എത്തപ്പെടുമ്പോൾ അവരെ ഓടിക്കാനും ഇത് ആരുടെ വീടാണെന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് വരുന്നു. ഇവർ പാകിസ്ഥാനിലേക്ക് വന്നതേ ഉള്ളൂ. അവർ ജനിച്ച് വളർന്നവരുടെ തലമുറകളായിട്ട് ജീവിക്കുന്നൊരു വീടാണ്. അവരവിടെ നിന്ന് വിട്ടുപോകാതെ അവിടെ പിടിച്ചു നിൽക്കുകയാണ് ഈ പ്രതിസന്ധികൾക്കിടയിൽ. അപ്പം സണ്ണി പാജിയും കുടുംബവും ഇവരെ മതപരിവർത്തനം നടത്താനൊക്കെ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. പിന്നെ അവരുടെ രീതിക്ക് വിടുകയാണ്. അവരുടെ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അവർക്ക് ഹിന്ദു വിശ്വാസം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊന്നും പാകിസ്ഥാനികൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അവിടുത്തെ ക്രൂരന്മാരായിട്ടുള്ള പാകിസ്ഥാനികൾക്കും അവിടുത്തെ അതോറിറ്റിക്കും ഇഷ്ടപ്പെടത്തില്ല. അവരിതിനെ എതിർക്കാൻ വരുന്നു. സണ്ണി പാജി ഇവർക്ക് വേണ്ടി അവരെല്ലാവരെയും വലിച്ചിട്ട് കീറി ഒരു ഹിന്ദു സ്ത്രീയെ പാകിസ്ഥാനിൽ സംരക്ഷിക്കാൻ വേണ്ടി ഒരു മുസ്ലിം യുവാവ് നടത്തുന്ന ധീരപ്രകടനമാണ് ബദ്വാര 1947. ഞാൻ പറഞ്ഞില്ലേ 90s ഇത് കൊടൂര ബ്ലോക്ക് ബസ്റ്ററാണ്. ഒരു സംശയമില്ല, കൊടൂര ബ്ലോക്ക് ബസ്റ്ററാണ് ആ സമയത്ത്. ഇപ്പോൾ ഇതിറങ്ങിയതുകൊണ്ട് ജനങ്ങൾ ഏത് രീതിയിൽ ഇതിനെ സ്വീകരിക്കുമെന്ന് ഒരു രീതിയിലും പറയാൻ പറ്റത്തില്ല. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്കും റിപ്പബ്ലിക് ഡേക്കും ഇവന്മാർ ഇറക്കി വിടുന്നത് പാകിസ്ഥാൻ ഇന്ത്യ സംഘർഷവും പാകിസ്ഥാൻമാരെ വലിച്ചിട്ട് കീറുന്ന പടമാണ്. ഇതൊരു പാകിസ്ഥാനി മുസ്ലിം പാകിസ്ഥാനികളെ വലിച്ചിട്ട് കീറുന്ന പടമായതുകൊണ്ട് അതൊരു വെറൈറ്റിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നേക്കുന്നത്. പിന്നെ ഈ സിനിമയ്ക്ക് മേലെ ആളുകൾ വച്ചേക്കുന്ന പ്രതീക്ഷകൾ കുറച്ചധികം ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ മൊത്തം ഫുൾഫിൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് ഉത്തരം. ഗദ്ദാർ 2 എന്ന് പറയുന്ന സിനിമ സണ്ണി ഡിയോളിൻ്റെ വലിയൊരു കമ്പാക്ക് ആയിരുന്നു. ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു. 650-700 കോടിക്കടുത്ത് ആഗോള ബോക്സ് ഓഫീസിൽ അത് കളക്ട് ചെയ്തു. അതിനുശേഷം വന്ന ജാട്ട് അത്യാവശ്യം വിജയമായിരുന്നു. 100 കോടിക്ക് മേളിൽ കളക്ട് ചെയ്തു. പിന്നെ വന്ന ബോർഡർ 2 അത് ഭയങ്കര വിജയമായിരുന്നു. 450-500 കോടിക്കടുത്ത് കളക്ട് ചെയ്തു. ഈ സിനിമ ഒരു 100 കോടിയിലൊക്കെ ഒതുങ്ങാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഇല്ല. കാര്യം പുള്ളി എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ വിട്ട് പുള്ളിക്ക് ഒരു പരിപാടിയില്ല. അതിൽ തന്നെ പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അതിലൂടെയാണല്ലോ തിരിച്ചു വന്നത്. ചിലപ്പം ആ ഒരു സെൻറ്റിമെൻ്റൽ സംഭവമായിരിക്കും മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്. വേണമെങ്കിൽ സ്വന്തം റിസ്കിൽ ഒന്ന് തലവെച്ച് നോക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ബദ്വാര 1947. പിന്നെ പാർട്ടീഷൻ കാലത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതവും ദുരന്തവും പിന്നെ ഒരു മതസൗഹാർദ്ദവും വളരെ നല്ല രീതിയിൽ ഈ സിനിമ കാണിച്ചിട്ടുണ്ടെന്നുള്ളൊരു അഭിപ്രായവും എനിക്കുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക, ചരിത്രത്തിൽ നിന്ന് പഠിക്കുക. ഈ സിനിമ കാണുന്നതിനോടൊപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചരിത്രം കൂടി വളരെ ചെറുതായിട്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ നോക്കുക. സിനിമയെ കാണുന്നത് ഫിക്ഷനാണ്. ഇങ്ങനെയൊന്നും ചിലപ്പോൾ അവിടെ നടന്നിട്ടുണ്ടാകുകയില്ല. ഇങ്ങനെയൊക്കെ അവിടെ നടക്കും. അവിടെ ഇതേപോലുള്ള ആളുകളുണ്ട്. സണ്ണി പാജിനെ പോലുള്ള ആളുകളുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം അങ്ങോട്ടേക്ക് ഇവിടുത്തെ തീവ്ര പാകിസ്ഥാൻ സ്നേഹികളൊന്നും കുടിയേറി പോയേക്കരുത് കേട്ടാ. തീരുമാനമാകും. സോ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ടച്ച് മൈ ലൈഫ് ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ. ബൈ ബൈ.